ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങൾ രാവിലെ നീണ്ടകരയ്ക്ക് പോവാണ്. മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ പോകാൻ സമയമൊക്കെ ആയി. അപ്പോൾ അമ്മയ്ക്ക് മീനച്ചാർ ഇടാനും പിന്നെ ഉണക്കമീനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു ഉണക്കമീൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നീണ്ടകര പോയി വാങ്ങിക്കാനാണേ പറഞ്ഞത്. രാവിലെ പോകണമെന്നും പറഞ്ഞു. ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി വന്നപ്പോഴത്തേക്ക് 6 മണിയായി കേട്ടോ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീണ്ടകര പാലത്തിന് ഇപ്പുറത്താണ് ഇതെല്ലാം കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ചെന്നെങ്കിലും നമുക്ക് ചൂരയൊന്നും കിട്ടിയിട്ടുമില്ലായിരുന്നു. അതുമാത്രമല്ല ഉണക്കമീനാണെങ്കിൽ 2-3 പേരുടെ കയ്യിലേ ഉള്ളായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അമ്മ പറഞ്ഞതൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് 2-3 സൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടം വരെ വന്നതല്ലേ, വെറുതെ ഒരു വരവെന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടനടുത്ത്. അപ്പോൾ ചൂരയും കിട്ടിയില്ല. നമ്മളിനി എന്തോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നമ്മുടെ ഹാർബറിൽ പോയി നമുക്ക് നോക്കാം, അവിടെ ചൂരയുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ശരി, എന്തായാലും വന്നതല്ലേ പോവാം, ഞങ്ങൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഹാർബറിലോട്ട് പോയപ്പോൾ അവിടെ എൻട്രി പാസ്സായിട്ട് 40 രൂപ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ പാർക്ക് ചെയ്യാനും കൂടെയൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ ആ 40 രൂപ ഫീസൊക്കെ അടച്ചിട്ട് നമ്മൾ നേരെ ഹാർബറിൻ്റെ അകത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ മീനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അതിൻ്റെ സ്മെല്ലും ഒന്നും പിടിക്കുന്നില്ല. അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാനും കാശി മാറി മാറി നിൽക്കുമായിരുന്നേ. ഏട്ടൻ ശ്രീമോനുമായിട്ട് അങ്ങ് അകത്തോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ വലിയ ആൾക്കാർ ഈ കച്ചവടത്തിന് വരുന്നവർ ലേലം വിളിച്ചെടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ചൂരയൊക്കെ അപ്പുറത്തെ സൈഡിലാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പഞ്ചാബി ഹൗസിലൊക്കെ കാണുന്ന പോലെ ബോട്ട് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ഞാൻ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചൂരയും വാങ്ങിച്ചു. 400 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. പക്ഷെ പറയാമല്ലോ, ഈ മീൻ ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. അത് തൊലിയൊക്കെ ഉരുപ്പിച്ച് നമ്മൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് അങ്ങ് ഒരുമാതിരിയായി, ഫ്രഷ് ഒന്നും അല്ലായിരുന്നു. ഇവിടെ വരുന്ന മീൻ എന്താ ഇങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മീൻ വാങ്ങിച്ചതിൻ്റെ പേരിൽ അതിനും ഒരു 40 രൂപ പാസ്. ഇവിടെ പോവാതിരിക്കുന്നതാണ് നല്ലത്.